ശ്രീ കാർത്യായനി ഭഗവതി ക്ഷേത്രം ആറങ്ങോട്ടുകര. തൃശൂർ ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും അതിർത്തി ഗ്രാമമായ ആറങ്ങോട്ടുകര. ആറങ്ങോട്ടുകരയ്ക്ക് ഈ പേര് വന്നതിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് വസിഷ്ഠ മുനി അമ്പലത്തിൽ തപസ് ചെയ്യുമ്പോൾ പുഴ ആറങ്ങോട്ടുകര വഴിയായിരുന്നു ഒഴുകിയിരുന്നത്. മുനിയുടെ തപസ്സിന് പുഴയുടെ ശബ്ദം ശല്യമായപ്പോൾ മുനി പുഴയോട് ആറ അങ്ങോട്ടും കര ഇങ്ങോട്ടും എന്ന് കൽപ്പിച്ചു. അങ്ങനെ പുഴ 5 കിലോമീറ്റർ ദൂരം മാറിയൊഴുകി എന്നാണ് ഐതിഹ്യം. അമ്പലത്തിന് ഏകദേശം 1500 കൊല്ലത്തിന് മുകളിൽ പഴക്കമുണ്ട്. ദേശമംഗലം മനവകയായിരുന്നു ഈ അമ്പലം. പിന്നീട് നാട്ടുകാർക്ക് അമ്പലം വിട്ടുകൊടുത്തു. 2023 വരെ നാട്ടുകാരുടെ ഒരു ഭരണസമിതി ആയിരുന്നു അമ്പലം നോക്കിയിരുന്നത്. ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിൽ നെല്ലുവായ് ദേവസ്വം ഓഫീസർ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. അമ്പലത്തിൽ വിഗ്രഹം ഇല്ല എന്നതാണ് വലിയൊരു പ്രത്യേകത. ശ്രീകോവിലിനുള്ളിൽ നിന്നും വളർന്ന് അമ്പലം മുഴുവൻ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന മാധവീലത എന്ന വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഭഗവതി ഇരിക്കുന്നു എന്നാണ് വിശ്വാസം. കേരളത്തിൽ വേറെ എവിടെയും മാധവീലത ഉള്ളതായി അറിവില്ല. ലോകത്തിൽ ഇൻഡോ മലേഷ്യൻ ദ്വീപുകളിലും ചൈനയിലും മാത്രമാണ് ഈ ചെടി ഉള്ളതായി അറിവുള്ളത്. ഡിസംബർ ജനുവരി മാസങ്ങളിൽ മാധവീലത പൂക്കുകയും 3 ഇതളുകളുള്ള പൂവുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ത്രിമൂർത്തി സങ്കല്പങ്ങളാണ് ഈ പൂവിന് പുറകിലും ഉള്ള ഐതിഹ്യം. 3 ഇതളുകൾ ആണ് പൂവുകൾക്ക് ഉള്ളത്. ശ്രീകോവിലിൽ ഭഗവതി ഇരിക്കുന്ന മാധവീലതയുടെ ചുവട്ടിൽ ഒരു വിരൽ വണ്ണത്തിൽ ചെറിയൊരു കിണറുണ്ട്. ഭാരതപ്പുഴ നിറഞ്ഞൊഴുകുമ്പോൾ ഈ മണിക്കിണർ വഴി ശ്രീകോവിലിനുള്ളിൽ വെള്ളം നിറയുന്നു. തുടർന്ന് അമ്പലം മുഴുവനും ശ്രീകോവിലിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഒഴുകി വരുന്ന വെള്ളം ചുറ്റപ്പെട്ട് കിടക്കുന്നു. ഇപ്രാവശ്യം ആദ്യമായി ഇപ്പോഴാണ് വെള്ളം നിറയുന്നത്. അമ്പലത്തിൽ പ്രധാന ഉത്സവങ്ങൾ നവരാത്രിയും വൃശ്ചികത്തിലെ കാർത്തികയും ആണ്. പ്രധാന വഴിപാട് ചുറ്റുവിളക്കാണ്. ഓരോ ഭക്തരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് ശ്രീ